ട്രംപിന്റെ വാശി ഒരു പടി താഴേക്കില്ല. ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ നടപടി ഘടിപ്പിക്കുകയാണ് അമേരിക്ക. ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എന്നത് മാത്രമല്ല ട്രംപിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അറിയിച്ചിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഉക്രൈനുമായുള്ള യുദ്ധത്തെ സുസ്ഥിരപ്പെടുത്താൻ മോസ്കോയെ സഹായിക്കുന്നു എന്നാണ് അസ്വസ്ഥതയുടെ പ്രധാന കാരണമെന്നായിരുന്നു റൂബിയോയുടെ പ്രതികരണം. ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാർക്കോ റൂബിയോയുടെ നിലപാട് വ്യക്തമാക്കിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളയുകയായിരുന്നു കേന്ദ്ര സർക്കാർ. രാജ്യ താൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് 25% താരിഫ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇതോടെയാണ്. ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് ആയതിനാലാണ് ഇത്തരത്തിലൊരു നീക്കമെന്നായിരുന്നു താരിഫ് നയത്തിൽ ട്രംപിന്റെ വാദം. ഇതിനു പിന്നാലെ വീണ്ടും ട്രംപ് പാരപ്പണി തുടങ്ങി. ഇന്ത്യക്ക് വീണ്ടും താരിഫ് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്. തന്റെ ഔദ്യോഗിക ട്രൂത്ത് ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നു. യുക്രൈനിൽ നിന്ന് എത്ര പേർ കൊല്ലപ്പെടുന്നു എന്നത് അവർ കാര്യമാക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയാണ് ട്രംപിന്റെ പോസ്റ്റ്. ട്രംപിന്റെ തീരുവ ഭീഷണിക്കെതിരെ ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നടപടി ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ്. രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നത് വിദേശകാര്യ വക്താവ് അറിയിക്കുകയുണ്ടായി. ഇതേ കാരണത്താൽ ഇന്ത്യക്ക് 25% താരിഫ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. വർഷങ്ങളായി വ്യാപാരബന്ധം തുടരുന്നുണ്ടെങ്കിലും ഈയിടെയാണ് ഇന്ത്യയുമായി താരതമ്യേന ചെറിയ ബിസിനസ് മാത്രമേ US ചെയ്തിട്ടുള്ളൂ. കാരണം ഇന്ത്യയുടെ താരിഫുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രസിഡന്റ് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെന്നും കുറിച്ചിരുന്നു. സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നതെന്ന് ട്രംപ് പോസ്റ്റിൽ കുറിക്കുന്നു. റഷ്യ യുക്രൈനിൽ നിന്ന് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ലോകം ആഗ്രഹിക്കുന്ന സമയത്താണിത്. എല്ലാം നന്നായല്ലേ പോകുന്നത്? അതിനാൽ ഇന്ത്യക്ക് 25% താരിഫും അധിക പിഴയും ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിന് പിന്നാലെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുൾപ്പെടെയുള്ള പൊതുമേഖലാ റിഫൈനറികൾ റഷ്യൻ സംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. വിപണി, രാജ്യ താൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. എണ്ണ വാങ്ങുന്നത് തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ട്രംപിന്റെ ഭീഷണിയും കുറ്റപ്പെടുത്തലുകളും പോസ്റ്റുകളായി എത്തുന്നത്.